രണ്ടോ മൂന്നോ അതോ നാലോ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ സ്ഥിരമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ വാശി പിടിച്ചൊക്കെ ഒരുപാട് നേരം കരയുന്നതും ഇല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് ഇടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഹാബിറ്റുകൾ അവർക്ക് വാശി വരുമ്പോൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. നമുക്കത് എത്തരത്തിലാണെന്നുള്ളത് നോക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ? കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരു ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ച് കരയുന്നുണ്ടാവുക. അവർ കരഞ്ഞ് അവർ തളർന്ന് അവർക്കത് കിട്ടില്ല എന്ന് കാണുമ്പോഴത്തേക്കും അവർ വളരെ വലിയൊരു ടാൻഡ്രംസ് ഉണ്ടാക്കുക അല്ലെ? അവർ തറയിൽ കിടന്നൊക്കെ ഉരുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാരന്റ്സ് ആവുന്നതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടാവും മറ്റു പല കുട്ടികൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഇവരുടെ പാരന്റ് എന്താ ഇങ്ങനെ ഈ കൊച്ചിന് ഈ കിടന്ന് കരയുന്ന കണ്ടിട്ട് അവരെന്താ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നേ, അല്ലെങ്കിൽ അവർക്കത് മേടിച്ചു കൊടുത്താൽ എന്താ. പക്ഷെ അതേ സമയത്ത് നമ്മൾ പാരന്റ് ആയതിനു ശേഷം ഇതേ സിറ്റുവേഷൻ നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് വിചാരിക്കും ഇപ്പൊ ഈ ഒരു കാര്യം ഈ കുഞ്ഞിന് മേടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഈവൻ വീട്ടിനകത്ത് പോലും കുഞ്ഞിനൊരു പ്രത്യേക ഒരു എന്തെങ്കിലും പറഞ്ഞൊരു വാശി കാണിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നത് വരെ ചിലപ്പോൾ ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരിക്കും അല്ലെ? പക്ഷെ ഇത് എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെയാണോ കാണിക്കുന്നത്? അല്ലെങ്കിൽ ചില കുട്ടികൾ, നിങ്ങൾ മറ്റു പല കുട്ടികളെ കണ്ടിട്ടുണ്ടാവും, അവർ ഇത്തരത്തിലുള്ള വാശികളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ വാശി കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നതായിട്ട് അത്രത്തോളം കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പോ ശരിക്കും നമ്മൾ ഈ ഒരു വാശിനെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ, അതോ അവരുടെ പ്രായത്തിൻ്റെതാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വിട്ടുകളയാൻ പറ്റുമോ? എന്നാൽ എല്ലാ വാശിയും നമുക്ക് അവരുടെ പ്രായത്തിൻ്റെതാണ് എന്ന് കരുതി വിട്ടുകളയാൻ പറ്റില്ല. നോർമലി കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി വാശി പിടിക്കും. അവർ കരയും, അവർ ബഹളം ഉണ്ടാക്കും, അവർ തറയെ കിടന്ന് ഉരുളും, അങ്ങനെയൊക്കെ വേണം, നിർത്താതെ കുറെ നേരം കരയും. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2 വയസ്സ് മുതൽ 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്ക് സ്ഥിരമായി നമ്മൾ ഇത് കാണുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ ഈ നോർമൽ ആയിട്ടുള്ള ഈ ഒരു വാശി പിടിക്കലിനും ഇതിനും ഒക്കെ നമ്മൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം കുട്ടികൾക്ക് ഒരു കാര്യം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് ഓക്കെ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കാരണം അവർക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, അവരുടെ ബ്രെയിനിൽ ഈ ഒരു കാര്യം ഇപ്പോഴത്തേക്ക് വേണ്ട, കുറച്ച് കഴിഞ്ഞാൽ മതി അപ്പൊ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ ഒന്ന് അടക്കാനായിട്ടുള്ള ഡെവലപ്മെന്റ് ആയിട്ടില്ല. അതേസമയം നമ്മുടെ കാര്യമാണെങ്കിലോ, നമുക്കിപ്പോ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കണം എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ കട കുറച്ചധികം ദൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഓക്കെ ഇനി അടുത്ത കുറച്ച് ദൂരം കൂടെ പോയാൽ അടുത്ത കടയുണ്ടല്ലോ, അവിടെ നിന്ന് കുടിക്കാം എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ സമാധാനിക്കും. അല്ലാതെ നമ്മൾ ഇപ്പൊ തന്നെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വാശി കാണിക്കില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനും അതിനു വേണ്ടിയിട്ട് ഒന്ന് സമാധാനമായി ഇരിക്കാനുമുള്ള ഡെവലപ്മെന്റ്സ് എല്ലാം ആയിക്കഴിഞ്ഞു. എന്നാൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ടില്ല. അതുകൊണ്ടിട്ടാണ് അവർക്ക് ആ ഒരു ഇമോഷൻ, അവർക്ക് അത് ഒരു കാര്യം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ അവർ ഇത്തരത്തിലുള്ള ടാൻട്രംസ് കാണിക്കുന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് വരാൻ ഒരു 5 വയസ്സ്, ഒരു 4 വയസ്സ് കഴിഞ്ഞ് ആണ് ഈ ഒരു ഡെവലപ്മെന്റ് കുട്ടികളിലേക്ക് എത്തുന്നതും അവർ ഇത്തരത്തിലുള്ള വാശികൾ കുറയ്ക്കുകയും പിന്നെ അവർ സിറ്റുവേഷൻസ് മനസ്സിലാക്കി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് മനസ്സിലാവാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക? വഴക്ക് പറയാണ്. ഇത് നിനക്ക് ഇന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറയുകയാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ കുറച്ചുകൂടെ വേഴ്സ്റ്റ് ആവുകയുള്ളൂ. അതല്ലെങ്കിൽ എന്താ ചെയ്യുക? കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അപ്പൊ ആ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ടോയോ എന്താണോ എന്ന് വെച്ചാൽ അത് നമ്മൾ മേടിച്ചു കൊടുക്കും. അതും എന്താ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് മനസ്സിലാവും കരഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? നമ്മൾ ഡീൽ ചെയ്യേണ്ടത് നമ്മൾ കാം ആവുക എന്നുള്ളതാണ്. കുട്ടികൾ ബഹളം ഉണ്ടാക്കും, പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേടാണ്. ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നില്ല. ഒരു പാരന്റ് അല്ലാത്ത ആൾക്കാർക്ക് കാണുമ്പോൾ ഇതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലും നമ്മൾ കാമായിട്ടിരുന്നിട്ട്
കുട്ടികളോട് കാര്യം പറയാം. നമ്മൾ ഇന്നല്ല ഇത് മേടിക്കുന്നേ, നമ്മൾ അടുത്ത ദിവസം ഇത് മേടിക്കാം, നമുക്കിപ്പോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യം അവരോട് പറഞ്ഞോ അല്ലെങ്കിൽ കൊടുത്തോ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഡൈവേർട്ട് ചെയ്യുക. കുട്ടികൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വളരെ ഈസി ആയിട്ട് അവർ മുന്നത്തെ കാര്യം അവർ വിടുകയും അവർ അടുത്ത കാര്യത്തിലേക്ക് പോവുകയും അവർ ചെയ്യും. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ കുട്ടികൾ ഇങ്ങനെയുള്ള വാശി പിടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറുക. ആ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ മാറുക. കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്നിട്ട് കുഞ്ഞിനോട് പറയാം, നമ്മൾ ഇപ്പോ ഇത്രയും കുറച്ചുകൂടി വലിയ കുട്ടികൾ 5 വയസ്സ് 4 വയസ്സ് 5 വയസ്സായ കുട്ടികളോട് നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇവിടെ പോവില്ല, അപ്പൊ നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ ഇവിടേക്ക് പോകത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം ആ രീതിയിലും കൂടെ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊന്നും നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടല്ല, അവരെ സമാധാനിപ്പിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു 1 2 പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി നമ്മളെ കൊണ്ട് പുറത്ത് പോകത്തില്ല എന്നൊക്കെ ഉള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ തനിയെ പയ്യെ ഈ ഒരു അവരുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിച്ചു വരും. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് എനിക്ക് പറയാനുള്ളത് അവരെ ആ സിറ്റുവേഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള എല്ലാ വാശികളും അവരുടെ പ്രായത്തിൻ്റെതല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടികൾ ഭയങ്കരമായിട്ട്, അതായത് ദിവസത്തിൽ 3 4 വട്ടം ഇതേ വാശി കാണിച്ച് അവർ കരയുകയും ബഹളം ഉണ്ടാക്കുകയും തറയിൽ കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ദേഷ്യം വന്ന് നമ്മൾ നോ പറയുകയാണെങ്കിൽ തന്നെ തലക്കിട്ട് അവർ ഇങ്ങനെ ഇടിക്കുക, മുഖത്ത് ഇങ്ങനെ അടിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. കുട്ടികളൊക്കെ ചെറുതായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കും, എന്നിരുന്നാലും വളരെ ഹാർഡായിട്ട് അവരുടെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ഉപദ്രവിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഇങ്ങനെ കരഞ്ഞ് പനിയൊക്കെ വരാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക. പിന്നെ അവർക്ക് സ്പീച്ച് ഡിലേസ്, അവർക്ക് സംസാരം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 5 വയസ്സായിട്ടും കമ്മ്യൂണിക്കേഷൻ അവർക്ക് നന്നായിട്ട് നടക്കാതിരിക്കുക, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തനിയെ ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ഇത്രയും പാറ്റേൺസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് തേടുന്നത് നന്നായിരിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ടിട്ട് പല ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, എസ്പെഷ്യലി ഓട്ടിസം പോലെയുള്ള ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇത് കാരണം ഉണ്ടാകാം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരു കുട്ടി കാണിക്കുകയാണെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും നമ്മൾ ഈ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ തീർച്ചയായിട്ടും നമുക്ക് ആ കണ്ടീഷനിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിദഗ്ധന്റെ ഹെൽപ്പ് നേടുക. നിങ്ങൾ കുട്ടികളെ ഒരു ഡയഗ്നോസിസിന് കൊണ്ടുപോവുക. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അവർക്കുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വാശിയും അവരുടെ പ്രായത്തിൻ്റെതായിരിക്കണം എന്നില്ല. പാരന്റ്സിന്റെ കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റൽ ഇഷ്യൂസും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും.